18-20 റേഞ്ച് മൈലേജ് 20 അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. ലോ കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് 1 ലിറ്റർ വാഹനം. അപ്പൊ ചെറിയൊരു വണ്ടി ഒരു ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓക്കെ, തേയ്മാനം സംഭവിക്കുന്ന പാർട്ട് ഒഴികെ എല്ലാത്തിനും ആ ഒരു വാറണ്ടി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വണ്ടി എടുത്തിട്ട് പെട്ടുപോകുന്നുള്ള പേടി വേണ്ട അല്ലേ. 1 ലിറ്റർ ആണ്, അത്യാവശ്യം മൈലേജ് കിട്ടും. ഒരു 16-17 മൈലേജ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ലുക്കുള്ള റിനോ കൈഗർ, പിന്നെ നിസാൻ മറ്റേ മാഗ്നൈറ്റ്, ഇപ്പൊ രണ്ടും കുറച്ചുകൂടെ ഇതായിട്ട് ഇറങ്ങുന്നല്ലേ. ഓക്കെ, എല്ലാ പേപ്പറും 2037 വരെ ഉണ്ടാവും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കാർ ആൻഡ് ബൈക്കിൽ വെച്ചിട്ടാണ്. എറണാകുളം ജില്ലയിലുള്ള കാർ ആൻഡ് ബൈക്ക്, ആലുവ ദേശത്താണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. കുറച്ച് നല്ല സ്റ്റോക്ക് വാഹനങ്ങൾ വന്നിട്ടുണ്ട്. അതായത് കോമ്പാക്ട് SUV, സെഡാൻ, എല്ലാ കാറ്റഗറിയുള്ള വാഹനങ്ങളും ഇവിടെ ലഭ്യമാണ്. ബാ, നമുക്ക് ഇവിടുത്തെ എക്സിക്യൂട്ടീവിനെ സ്വാഗതം ചെയ്യാം. എന്താ പേര്? ക്രിസ്റ്റഫർ. പുതിയ ആളാണ് അല്ലേ? ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിങ്ങൾ എന്തെങ്കിലും ഓഫർ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ? നമുക്ക് 2018 മേലോട്ടുള്ള വണ്ടിക്ക് 2 ഇയർ വാറണ്ടിയാണ് കൊടുക്കുന്നത്. പിന്നെ അതിന്റെ പുറകിലോട്ട് 1 ഇയർ കൊടുക്കുന്നുണ്ടല്ലോ. 1 ഇയർ. ആ 2018 2 ഇയർ പറയുന്നത് 1 ഇയർ വരെ കോംപ്രഹെൻസീവ് വാറണ്ടിയാണ്. അതെ, അതായത് 2014 തൊട്ട് 17 വരെ 1 ഇയറും 18 തൊട്ട് മേലോട്ട് 2 ഇയർ വാറണ്ടി. 2 ഇയർ വാറണ്ടി. അതിൽ 1 ഇയർ കോംപ്രഹെൻസീവ് ആണ്. നമുക്ക് ഒരുപാട് പാർട്സ് കവർ ആവും അല്ലേ? ഓക്കെ, തേയ്മാനം സംഭവിക്കുന്ന പാർട്ട് ഒഴികെ എല്ലാത്തിനും ആ ഒരു വാറണ്ടി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വണ്ടി എടുത്തിട്ട് പെട്ടുപോകുന്നുള്ള പേടി വേണ്ട അല്ലേ. RSI കിട്ടുന്നുണ്ട്, റോഡ് സൈഡ് അസിസ്റ്റ്. ഇത് മൊത്തം കാറും ബൈക്കിൽ എല്ലായിടത്തിലും കൊടുക്കുന്നതാണ്. നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഇന്നത്തെ സ്റ്റോക്കിൽ എല്ലാ സെഗ്മെന്റും ഉണ്ടോ? സെഡാൻ അത്യാവശ്യം എല്ലാം ഉണ്ട്. എല്ലാ സെഗ്മെന്റും. സെഡാൻ നമുക്ക് അത്ര വരുന്നില്ല, നമുക്ക് ഡിസയർ മാത്രമേ നമുക്ക് സെഡാൻ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം കോമ്പാക്ട് SUV അല്ലേ. ഓക്കെ, എന്തായാലും ആലുവ ദേശമാണ്. കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം അല്ലേ. ഓക്കെ, ആദ്യ വാഹനം ബ്രസയാണ്. KL23 രജിസ്ട്രേഷനുള്ള ബ്രസ. അതെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 31,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും? വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ വാറണ്ടി എന്തായാലും ഉണ്ട്, ലഭിക്കും. ഓക്കെ, ഇത് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് 8,65. 8,65,000. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ VXI മിഡിൽ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. 8,65,000 രൂപയ്ക്ക് 2020 പുഷ്പടം വരുന്ന ഓപ്ഷനാണ് അല്ലേ. പുഷ്പടം വരുന്നുണ്ട്. അലോയ്സ് ഇല്ല. ടയേഴ്സ് അടിപൊളിയാണ്. അതെ, നല്ല ടയേഴ്സ് ഉണ്ട്. ഓക്കെ, ആവറേജ് ഒരു 15 മൈലേജ് ഉണ്ടാവോ ഇതിൽ? ഏകദേശം. പെട്രോൾ ഏകദേശം കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ന്യൂ ടൈപ്പ് ബ്രസ. ന്യൂ ടൈപ്പ് അല്ല, ഇതിപ്പോൾ മാറി വിറ്റാര വന്നു, ഗ്രാൻഡ് വിറ്റാര വന്നു. ഓക്കെ, ഈ ഒരു ബ്രസ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. RSIയും 2 വർഷം വാറണ്ടിയും എല്ലാം ലഭിക്കുന്നുണ്ട്. ഒരു ക്ലെയിം ഒന്നും സംഭവിച്ചിട്ടില്ല? ഇല്ല, ക്ലീൻ നമ്മളെല്ലാം ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. മാക്സിമം ലോൺ കയറും? എത്ര കയറാൻ ചാൻസ് ഉണ്ട് ലോണ്? ഒരു 7.5 ലക്ഷമൊക്കെ കയറും. 7.5 അടുത്ത് കയറും. അതെ, കയറാൻ ചാൻസ് ഉണ്ടല്ല. 7-7.5. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഒരു 1 ലിറ്റർ കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. റിനോ കൈഗർ ആണ്. KL83, നമ്മുടെ കൊണ്ടോട്ടി, കോഴിക്കോട്. കൊണ്ടോട്ടി ഫറൂഖ് ഓർമ്മയില്ല കേട്ടോ. ഓക്കെ, കോഴിക്കോട് ഭാഗത്താണ്. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 വണ്ടി. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഇത് RST എന്ന് പറഞ്ഞ വേരിയന്റ്. അതായത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ ഇരിക്കുന്നു. 4 അലോയ് വരുന്നുണ്ട്, 2 എയർ ബാഗ്. ഇതിൽ RXZ വരുന്നുണ്ടോ അതോ RX ഓപ്ഷനിലാണ്? RXT ഓപ്ഷനിലാണ് അല്ലേ വരുന്നത്. ഓക്കെ, എന്തൊക്കെ ഫീച്ചേഴ്സാ പറഞ്ഞോളൂ? ഇത് 4 അലോയ് വരുന്നുണ്ട്, 2 എയർ ബാഗ്, ടച്ച് സ്ക്രീന്. 2 എയർ ബാഗ് അല്ലല്ലോ, സീറ്റ് മേലെ എയർ ബാഗ് കാണുന്നുണ്ടല്ലോ. അതെ, സീറ്റ് മേലെ വരുന്നുണ്ട്. 4 എയർ ബാഗ് ഉണ്ട്. 4 എയർ ബാഗ് കാണുന്നുണ്ട്. ഓക്കെ, 1 ലിറ്റർ ആണ്, അത്യാവശ്യം മൈലേജ് കിട്ടും. ഒരു 16-17 മൈലേജ് വരാൻ ചാൻസ് ഉണ്ട്. ഏകദേശം കിട്ടും. ഇത് 26,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 26,000. 2022 മോഡൽ. റിനോന്റെ വാറണ്ടി എത്ര വരെ കൊടുക്കേണ്ടവർ? 3 വർഷം. നമ്മൾ ഇവിടുത്തെ വാറണ്ടിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഓക്കെ, അല്ല 22 ആണ്, 25 വരെ ഉണ്ടാവും ചാൻസ് ഇല്ലേ? 3 വർഷമാണെങ്കിൽ ചിലപ്പോൾ കമ്പനി വാറണ്ടി നിലവിലുള്ള വണ്ടി ആയിരിക്കും, ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, നോക്കാം. ഈ ഒരു 1 ലിറ്റർ കാറ്റഗറിയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ലുക്കുള്ള റിനോ കൈഗർ, പിന്നെ നിസാൻ മറ്റേ മാഗ്നൈറ്റ്, ഇപ്പൊ രണ്ടും കുറച്ചുകൂടെ ഇതായിട്ട് ഇറങ്ങുന്നല്ലേ. ഓക്കെ, അപ്പോൾ ബാക്കി എങ്ങനെയാ പ്രൈസിങ്? എങ്ങനെയാ ഇത് നമ്മൾ ചോദിക്കുന്നത് 7,25,000 ചോദിക്കുന്നത്. 7,25,000 2022 മോഡൽ RXT കൈഗറാണ്. ഓക്കെ, 1 ലാഖ് എന്തായാലും കണ്ടി വരുമല്ലോ ഇറക്കണമെങ്കിൽ? 1 ലക്ഷം രൂപ എന്തായാലും വേണ്ടി വരും. അതെ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം മൈലേജ് ഉള്ള ലുക്കുള്ള ഒരു വാഹനം സ്വന്തമാക്കാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു റിനോ ഡ്രൈവറാണ്. ഇത് KL76 രജിസ്ട്രേഷൻ ആണ്. ഇതും കോഴിക്കോട് വണ്ടിയാണ്. കോഴിക്കോട് പേരാമ്പ്ര അല്ല, നന്മണ്ട രജിസ്ട്രേഷൻ വാഹനമാണ്. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 വണ്ടി, 22 രജിസ്ട്രേഷൻ ആണ് വണ്ടി.
ഇയർ ബാക്ക് കമ്പനി വണ്ടിയാണ്. ഓക്കെ, 20 മോഡൽ 22-ലാണ് രജിസ്ട്രേഷൻ വരിക. 22 തൊട്ടിട്ടാണ് നമ്മുടെ 15 വർഷത്തേക്കുള്ള ടാക്സ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക വണ്ടിയുടെ. അപ്പോൾ 27 മൊത്തം 2037 വരെ ഉണ്ടാവും അല്ലേ ടാക്സ്? എല്ലാ പേപ്പറും 2037 വരെ ഉണ്ടാവും. ഓക്കെ, ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് RXZ എന്ന് പറഞ്ഞത് ടോപ്പ് എൻഡ് ആണ്. ടോപ്പ് എൻഡ്. ഓക്കെ, ഇത് 1 ലിറ്റർ തന്നെയാണ്. 1 ലിറ്ററിലൊരു 7 സീറ്റർ അല്ലേ? പുറകിലത്തെ സീറ്റ് കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും, കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ സീറ്റാണ്. ഓക്കെ, ബാക്കി ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിമോ യാതൊരു കാര്യങ്ങളൊന്നും. ഓട്ടം ഒരു 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 48,000. അവരോട്ടം പോയിട്ടുണ്ടല്ലേ? ഓക്കെ, വണ്ടി എന്തായാലും ഓക്കെ അല്ലേ? നിങ്ങളുടെ വാറണ്ടി എല്ലാം ഉണ്ടല്ലോ? അതെ, നമ്മുടെ 2 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ചിലപ്പോൾ ഇവരെ ഉണ്ടാവും, റിനോവിൻ്റെ ചിലപ്പോൾ ഉണ്ടാവും വാറണ്ടി, കമ്പനി വാറണ്ടി തന്നെ ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ എടുക്കാം, എന്നിട്ട് എടുക്കാം അല്ലേ നോക്കിയിട്ട്? ഓക്കെ, എത്ര കൊടുക്കാം ഇപ്പോൾ? ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക്? അതെ, ഓട്ടോമാറ്റിക് എം ടി ആണ് വരിക. ഇത് നമ്മൾ ചോദിക്കുന്നത് 650 ആണ്. 6.5 ലക്ഷം. 2020 മോഡൽ 22-ൽ രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനം, ഓട്ടോമാറ്റിക്. ഒരു 14-15 വരെയൊക്കെ കിട്ടുമായിരിക്കും അല്ലേ മൈലേജ് ഓട്ടോമാറ്റിക്കലി? 15 ഒക്കെ എടുത്ത് കിട്ടും, എന്തായാലും കിട്ടും. ഓക്കെ, ലോണ് ഇത് 1-2 നമുക്ക് ഇറക്കാം. 1 ലാക്ക് കാണാം. 1 ലാക്ക് കാണാം. ഓക്കെ. എക്സ്പ്രസോ മാരുതി സുസുക്കിയുടെ KL 13 കണ്ണൂർ വണ്ടി പറഞ്ഞോ. ഇത് 2020 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. 16,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 16,000? അതെ. ഓക്കെ, ഇത് നമ്മൾ ചോദിക്കുന്നത് 450. ഏത് ഓപ്ഷൻ? VXI പ്ലസ് ഇല്ലല്ലോ? അല്ലല്ല, നോർമൽ. ഓക്കെ, VXI പ്ലസ് ആണ് ടോപ്പ് എൻ്റെ വരിക. അതിൻ്റെ താഴെയുള്ള മാനുവൽ വാഹനമാണ്. ഓക്കെ, ലോ കിലോമീറ്റർ ഓടിയ ഒരു വാഹനം അല്ല, 16,000 മാത്രം ഓടിയ 2020 മോഡൽ എക്സ്പ്രസോ. നല്ല മൈലേജ് ഉണ്ടാവുമല്ലോ, ഒരു 18-20 എടുത്ത് കിട്ടും. 18-20 കിട്ടാൻ ചാൻസ് ഇല്ല വരും അല്ലേ? 1 ലിറ്റർ റേഞ്ചിലല്ലേ വരുന്നത് അല്ലേ? ഓക്കെ, ഏകദേശം കിട്ടാൻ ചാൻസ് ഉണ്ട്. സിറ്റി ഡ്രൈവിൽ കുറവായിരിക്കും, ഹൈവേയിലൊക്കെ നമുക്ക് അത്യാവശ്യം 20 ഒക്കെ കിട്ടും, അടുത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ പ്രൈസ് പറഞ്ഞു നമ്മൾ 450. 4,80,000. 450 സോറി 450. 4 ലക്ഷത്തിന് 2020 VXI എക്സ്പ്രസോ 16,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം സ്വന്തമാക്കാം. ഓക്കെ, ഒരു 3.25 വരെ ലോൺ കിട്ടും. 3.25 വരെ ചെയ്യാൻ പറ്റും. 10,70,000 കണ്ട് ഇറക്കാം. ഓക്കെ, I20 വന്നു. KL 66 രജിസ്ട്രേഷൻ ആണ്. എവിടെയാണെന്നറിയോ? കുട്ടനാട്. ഓക്കെ, ഡീസലോ പെട്രോൾ? ഡീസൽ ഉണ്ടോ ഏതെങ്കിലും? ഡീസൽ നമുക്ക് ഒരെണ്ണം കിടപ്പുണ്ട്, കാണിക്കാം. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് സിംഗിൾ ഓൺ ആണ് വണ്ടി. ഇത് വേരിയന്റ് സ്പോർട്സ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്. പ്ലസിലേക്ക് വരുമ്പോൾ അലോയ്സ് വരും. സ്പോർട്സ് അലോയ്സ് വരും. അതെ, പിന്നെ എയർ ബാഗ് രണ്ടെന്തായാലും ഉണ്ടാവും. 2 എയർ ബാഗ് വരും. ഓക്കെ, 2019 11-ാം മാസമാണ് രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ, ബാക്കി ഇത് കിലോമീറ്റർ 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ഓക്കെ, നോർമൽ ഔട്ടാണ്. അതെ, ലോ കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത്. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 6.50. 6.5 ലക്ഷം. 2019 I20 സ്പോർട്സ് പ്ലസ് പെട്രോൾ ആണ് വാഹനം. അതെ, ഒരു 15 വരെ മാക്സിമം മൈലേജ് ഉണ്ടാവും മതി, അതിൻ്റെ ഉള്ളിലായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, മൈലേജ് പ്രീമിയം ഹാഷ് ബാക്ക് ആണ്. ആ ഒരു സെഗ്മെന്റ് ഫുൾ ഓപ്ഷൻ ആണ്. ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു നല്ലൊരു ഓപ്ഷൻ ആണ്. ഓക്കെ, നമുക്കൊരു 5.5 വരെയൊക്കെയല്ലേ ലോണ് ചാൻസ് ഉള്ളൂ? അതെ, ഒരു 1 ലാക്ക് എന്തായാലും കണ്ടു വരുമല്ലോ ഇറക്കണമെങ്കിൽ. ഡൗൺ പേയ്മെന്റ് 1 ലാക്ക് അടുത്ത് വേണം. ഓക്കെ, നിങ്ങളുടെ 2 ഇയർ വാറണ്ടി? 2 ഇയർ വാറണ്ടി കിട്ടും. RSC ഉണ്ടാവും അല്ലേ? ഓക്കെ, 2017 പുറകോട്ടാണ് 1 ഇയർ കൊടുക്കുന്നത്. അതെ, 1 ഇയർ. ഓക്കെ, 17 തൊട്ട് 2 ഇയറും അതിന് ബാക്കോട്ട്. ഓക്കെ, 14 തൊട്ട് 17 വരെ 1 ഇയർ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഫോർഡ് ഫ്രീ സ്റ്റൈൽ ആണ്. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2018 വണ്ടി. ഓക്കെ, ഡീസല്. ട്രെൻഡ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ട്രെൻഡ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അല്ലേ? അലോയ് ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. അലോയ് ഒഴികെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എയർ ബാഗ്, ടച്ച് സ്ക്രീന്, ബാക്ക് ക്യാമറ. ഓക്കെ, ഇന്ത്യയിലെല്ലാം പക്ക ക്ലീൻ ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട് കേട്ടോ. എല്ലാം വരുന്ന വാഹനമാണ് ഫ്രീ സ്റ്റൈൽ ഫോർഡിന്റെ. അതെ, പെട്രോൾ തന്നെ. ഡീസൽ. അതെ, 1.2 അല്ല 1.5 ഡീസൽ ആണ്. അതേ സെയിം എഞ്ചിന് വരുന്നത്. മൈലേജ് ഉണ്ടാവും. അതെ, 18-20 റേഞ്ച് മൈലേജ്. 20 അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പൊ എത്ര ഓട്ടോ ഓടി? ഇത് 73,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ളൂ. 73,000 ഡീസൽ വണ്ടിയാണ്. മൈലേജ് ഉള്ളതുകൊണ്ട് തന്നെ ഓടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കമ്പനി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടോ? ഫോർഡിന്റെ കമ്പനി ഇവിടെ അടുത്ത് തന്നെ ഉണ്ടോ? ഉണ്ടല്ലോ. ഓക്കെ, പറഞ്ഞോളൂ പ്രൈസിങ് എങ്ങനെ? ഇത് നമ്മൾ ചോദിക്കുന്നത് 5.75. നമ്മൾ ചോദിക്കുന്നത് 5,75,000. മോഡൽ എത്രയാ പറഞ്ഞത്? 2018 വണ്ടി. 5,75,000 രൂപയ്ക്ക് 1.5 ലിറ്റർ ഡീസൽ ഫ്രീ സ്റ്റൈൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, മാക്സിമം ലോൺ കയറും. നമുക്ക് ഒരു ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും.
ഓക്കെ, കാരണം നമ്മള് സിവിൽ നോക്കിയിട്ടാണ് നമ്മൾ ആ ഡൗണിന്റെ ഇത് പറയുന്നത്. ചെയ്തു കൊടുക്കും. അതെ, നമ്മൾ ഏകദേശം പറയുന്നതാണ്. അതെ, ഏകദേശം പറയുന്നതാണ്. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്കോ? അടുത്തതും ഒരു ചെറിയ വാഹനമാണ്. KL21 തിരുവനന്തപുരം നെടുമങ്ങാട് രജിസ്ട്രേഷനുള്ള റെഡിഗോ ആണ്. പറഞ്ഞോളൂ. ഇത് 2018 വണ്ടി, എസ് ഡ്രൈവ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക്. എസ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഒരു ഫുൾ ഓപ്ഷൻ താഴെ ഇരിക്കുന്ന ഒരു വേരിയന്റ്. അതെ, ഓട്ടോമാറ്റിക് AMT ആണ് വരിക. 1 ലിറ്റർ എഞ്ചിൻ ആണ് വരിക. അതെ, ചെറിയ കാറ്റഗറിയിൽ പവറും അതുപോലെ തന്നെ മൈലേജ് ഉള്ള ഒരു വാഹനം. അതെ, ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. 17,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 17,000 അതെ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2018 ആണ്. 5 വർഷം കൊണ്ട് 17,000. ഓക്കെ. പ്രൈസിങ് എങ്ങനെയാണ്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 3,60,000. 3,60,000 ഓട്ടോമാറ്റിക് വാഹനമാണ്. ലോ കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് 1 ലിറ്റർ വാഹനം സ്വന്തമാക്കാൻ 3,60,000 രൂപയ്ക്ക്. അതെ, ഒരു 3 lakh വരെയൊക്കെ ലോണ് 3 lakh അടുത്ത് നമുക്ക് ചെയ്യാം. അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് ആണ്. 60,000 രൂപ വേണ്ട നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണ്. ഓട്ടോമാറ്റിക് ആണ്. നിങ്ങൾ എറണാകുളംകാർക്കൊക്കെ വേണമെങ്കിൽ ട്രാഫിക്കിൽ എടുത്തിട്ട് കളിക്കാൻ നല്ല ഉചിതമായ ഒരു വണ്ടിയായിരിക്കും ഇത്. അതെ, സൈസും ചെറുതാണ്, എന്നാൽ പവറും ഉണ്ട്. ഓട്ടോമാറ്റിക് ഒന്നും നോക്കാനില്ല. ഓക്കെ. എറണാകുളംകാർ മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ. അവർ ഓട്ടത്തിന് ചെറിയ വിലക്ക് അത്യാവശ്യം വലിയ വണ്ടി. ഓക്കെ. ഓക്കെ, അപ്പോ അടുത്ത വണ്ടിയിലേക്ക് നമ്മള് നേരത്തെ ഒരു ഫ്രീ സ്റ്റൈൽ കണ്ടു. സെയിം ഫ്രീ സ്റ്റൈൽ അല്ല, ഇത് ഫിഗോ ആണ്. KL7 രജിസ്ട്രേഷൻ ഫിഗോ ആണ്. സെയിം കളർ തന്നെ. സെയിം കളർ. ഇത് 2018 വണ്ടി, പെട്രോള്. ഇത് വേരിയന്റ് ട്രെൻഡർ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഇത് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ. ഇത് ട്രെൻഡിൽ അലോയ്സ് വരുന്നുണ്ട്. അലോയ്സ് ഇല്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ഉണ്ട്. അപ്പം ഇത് 2 എയർ ബാഗ് വരുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ പെട്രോള്. ഓക്കെ. പിന്നെ 2018 വണ്ടി, 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. നോർമൽ ഓട്ടം തന്നെയാണ്. നോർമൽ ഓട്ടം. സെയിം ഏകദേശം ഒരു 13-15 മൈലേജ് കിട്ടും. ക്ലെയിം ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നുമില്ല. 2 ഇയർ വാറണ്ടി. നമ്മുടെ വാറണ്ടി. നേരത്തെ നമ്മൾ ഫ്രീ സ്റ്റൈൽ കാണിച്ച 2 ഇയർ വാറണ്ടി. ഓക്കെ. അപ്പൊ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. പ്രൈസും കൂടെ പറഞ്ഞു. ഇത് 4,15 നമ്മൾ ചോദിക്കുന്നത്. 2018 ട്രെൻഡ് 4,15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. മാക്സിമം ലോൺ കയറും. ഒരു 3-3.5 ഒക്കെ കയറും. 3.5 അടുത്ത് കയറാം, ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു ഓട്ടോമാറ്റിക് റിനോ ക്വിഡ് ആണ്. ഒരു ചെറിയ വാഹനം. KL45 രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ഏതാ മോഡല്? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. 2018 വണ്ടി. 18 സിംഗിൾ ഓണർഷിപ്പ്. ഓട്ടോ എത്ര പോയി? ഇത് 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. 28,000 ഓട്ടോമാറ്റിക്. ഓക്കെ. വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു ഓട്ടോമാറ്റിക് വാഹനം. 1 ലിറ്റർ ഓട്ടോമാറ്റിക് ആണ് വരിക. 1 ലിറ്റർ എഞ്ചിനാണ് വരിക. AMT ഗിയർ ബോക്സും. അതെ. മാനുവൽ ആണെങ്കിൽ ഒരു 20 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം. ഓട്ടോമാറ്റിക്കലി വലിയ വ്യത്യാസം വരില്ല. ഒരു 18 എന്തായാലും കിട്ടും. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണല്ലേ. സർവീസ് ഒക്കെ പക്ക പ്രോപ്പറായിട്ട് തന്നെ. ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമ്മള് 4 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 4 ലക്ഷത്തിന് 2018. ഇതിന്റെ ഓപ്ഷൻ ഏതാ വരുന്നത്? RXL എന്ന് പറഞ്ഞു. മിഡിൽ ഓപ്ഷൻ ആണ്. ഓക്കെ. ഒരു 3.25 ലോൺ വരും. 3.25 ഇല്ല, അത്രയും കയറത്തില്ല. നമുക്കൊരു 60 അല്ലെ 70 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചിറക്കാം. 70,000 കാണും. 60-70. ഓക്കെ. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. അതെ. ഒരു 28 ഓടിയ ബാക്കി ടയേഴ്സ് അങ്ങനെ തന്നെ. ഓക്കെ. അത്രേ ഉള്ളൂ. അപ്പൊ ചെറിയൊരു വണ്ടി, ഒരു ചെറിയ മോഡൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ്. താല്പര്യമുണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാം. അടുത്ത ഫോർഡിന്റെ ആസ്പയർ ആണ്. സെഡാൻ വാഹനം. KL33 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. പറഞ്ഞോളൂ എങ്ങനെ? ഇത് 2017 മോഡൽ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വേരിയന്റ് ട്രെൻഡ് എന്ന് പറയുന്ന വേരിയന്റ്. ട്രെൻഡ് ആണ്. ബേസ് തന്നെ. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കാണല്ലോ. സെക്കൻഡ് ഓണർഷിപ്പ്. 46,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നോർമൽ കുറവാണ്, കുറച്ച് കുറവാണ് ഓട്ടം. പിന്നെ ഫീച്ചേഴ്സ് എന്തൊക്കെ വരും? ഫീച്ചേഴ്സ് നമുക്ക് ബാക്ക് ക്യാമറ വരുന്നുണ്ട്. പിന്നെ 2 എയർ ബാഗ് എടുത്ത് വരുന്നുണ്ട്. ഓക്കെ. 2 എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ. 2 എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ. ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ബേസിക്കിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് വണ്ടിക്ക്. അലോയ്സ് ഉണ്ടല്ലോ. അതെ, അലോയ്സ് ഉണ്ട്. അലോയ്സ് ഒറിജിനൽ അലോയ്സ് തന്നെയാണല്ലോ. അതെ. ഓക്കെ. അപ്പോൾ ഫോർഡ് കമ്പനി ഒന്നും നിർത്തിപ്പോയിട്ടില്ല. കമ്പനി സെയിൽസ് മാത്രമേ നിർത്തിയിട്ടുള്ളൂ. സർവീസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് സർവീസ് സെന്റർ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം, ഹിസ്റ്ററി എടുക്കാം, എല്ലാം ലഭ്യമാണ്. എല്ലാം ഉണ്ട്. ഓക്കെ. പെട്രോൾ എത്ര? ഒരു ചോദിക്കുന്ന പ്രൈസ് 4,10. 4,10,000 രൂപ അല്ലേ? അതെ. 17 മോഡൽ പറഞ്ഞാൽ 17 മോഡൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ. ഓക്കെ. 4,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
വലിയൊരു മെയിൻ്റനൻസ് വരുമല്ലോ പെട്രോൾ ആയതുകൊണ്ട് തന്നെ. അതെ. പിന്നെ ഒരു 15ൻ്റെ അകത്ത് മൈലേജ് ഉണ്ടാവില്ല. 15 അടുത്ത് മൈലേജ് എടുത്ത് കിട്ടും. ആ റേഞ്ച് കണ്ടാൽ മതി. അപ്പോൾ ഒരു സെഡാൻ വാഹനം വേണമെന്നുണ്ടെങ്കിൽ, ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ സെഡാൻ വാഹനം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് റിനോ ഡസ്റ്റർ KL5 കോട്ടയം വണ്ടിയാണ്. ഇത് പെട്രോളോ ഡീസലോ? പെട്രോൾ. ഓക്കെ. ഇത് സിംഗിൾ ഓണറാണ് വണ്ടി. 2017 മോഡൽ. 17 സിംഗിൾ ഓണർഷിപ്പ്. ഓപ്ഷൻ RX വന്ന വേരിയന്റ്. മിഡിൽ. ഓക്കെ. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബേസിക് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. അതെ. ഓക്കെ. ബാക്ക് ക്യാമറ ഉണ്ട്. പിന്നെ 2 എയർ ബാഗ് എല്ലാം വരുന്നു. ഓക്കെ. എത്ര ഓട്ടം? ഇത് 40,000 കിലോന് വണ്ടി ഓടിയിട്ടുള്ളൂ. നോർമൽ കുറവാണല്ലേ? കുറവാണ്. 5 വർഷം 6 വർഷം ആവാനായി. വളരെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ഒരു പെട്രോൾ ഡസ്റ്ററാണ്. മൈലേജ് ഒരു 13-15 വരെയൊക്കെ കണ്ടാൽ മതി. അതെ. ഓക്കെ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. ക്ലീൻ വണ്ടിയില്ല. എത്ര കൊടുക്കാം? ഇതൊരു 6,15. 6,15,000. 2017 RXL 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പാണ് വാഹനം. അതെ, സിംഗിൾ ഓണർഷിപ്പുള്ള ഡസ്റ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതെ. ഒരു 5-5.5 ലോണിന് ചാൻസ് ഉണ്ടോ? 5-5.4 ചെയ്യാൻ പറ്റും. ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒരു കോമ്പാക്ട് SUV-യിൽ നമ്മളിപ്പോൾ കണ്ട 2 കോമ്പാക്ട് SUV ആണ്. ഇപ്പോൾ 2 പെട്രോളാണ് കണ്ടത്. വലിയൊരു മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഈ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എടുക്കാം അല്ലേ? പിന്നെ അതിന് ഡീസലും കിട്ടാനുണ്ടാവും. പക്ഷേ അതിന് മൈലേജ് കൂടും, അതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഇതിന് വാറണ്ടി ഉണ്ടല്ലോ? ഇതിന് വാറണ്ടി ഉണ്ട്. 2 ഇയർ അല്ലേ? 1 ഇയറാ? ഓക്കെ. RS 1 ഇയറും. ഓക്കെ. അടുത്തൊരു ഹോണ്ടയുടെ വാഹനമാണ്. ഹോണ്ടയുടെ WRV KL3 രജിസ്ട്രേഷൻ. അതെ. ഇതും പെട്രോൾ തന്നെ? പെട്രോൾ. ഓക്കെ. പെട്രോൾ എങ്ങനെയാണ്? ഇത് ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. ഇത് 2019 വണ്ടി. 2019 VX സൺറൂഫ് കാര്യങ്ങളൊക്കെ. 2 എയർ ബാഗ്, സൺറൂഫ്, 4 അലോയ്. ഇതിൽ VX അല്ല ഫുള്ള് വരുന്നത്? ഫുൾ. അതെ. VX. ഓക്കെ. 19 8ാം മാസം. ഓക്കെ. കമ്പനി കവർ തന്നെയാണ്. സീറ്റ് കവർ കമ്പനി കവർ എന്ന് വെച്ചാൽ അവർ അഡീഷണൽ ചെയ്തതാണ്. നീറ്റ് കവർ ഉണ്ട്. ബാക്ക് ക്യാമറ ഉണ്ട്. ഓക്കെ. ഓട്ടോ എത്രയാ? ഇത് 68. 68,000 ഓടി. നല്ലൊരു ഓട്ടം പോയിട്ടുണ്ടല്ലോ. 4-5 വർഷം കൊണ്ട്. ഇല്ല, 5 വർഷമല്ല, പെട്രോൾ വണ്ടിയല്ല. ഓക്കെ. പെട്രോൾ വണ്ടി കുഴപ്പമില്ലോ. പിന്നെ ഹോണ്ടയാണ്, നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ടൊയോട്ട, ഹോണ്ട വണ്ടികൾക്കൊന്നും വലിയൊരു പ്രശ്നമൊന്നും വരില്ല. പ്രത്യേകിച്ച് പെട്രോൾ എഞ്ചിന് വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. വണ്ടി നീറ്റാണ് കേട്ടോ. അതിന് ഓട്ടത്തിന്റെ ഇതൊന്നും കാണാനില്ല. നീറ്റ് വണ്ടിയാണ്. ഓക്കെ. വാറണ്ടി ഉണ്ടാവല്ലോ? 2 ഇയർ വാറണ്ടി ഉണ്ട്. ഓക്കെ. പറയോളൂ പ്രൈസ് എങ്ങനെയാണ്? ഇത് നമ്മൾ ചോദിക്കുന്ന 7,80. 7,80,000 രൂപയ്ക്ക് 2019 VX സൺറൂഫ് ഒക്കെ വരുന്ന ഓപ്ഷനുള്ള വാഹനമാണ് കേട്ടോ. WRV 5 സീറ്ററാണ് വരിക. ഓക്കെ. ഒരു 7 lakhs വരെ ലോണ് ചാൻസ് ഉണ്ടോ? കുറവാണല്ലേ? 6.25 വരെയൊക്കെ നോക്കാം. 6.25 വരെ നോക്കാം. ഓക്കെ. അതായത് ഒരു 80%. 80% അത്രേ കാണുള്ളൂ. ഓക്കെ. വേറെ വർക്കൊന്നും ഇല്ലല്ലോ? ഇല്ല, അതൊന്നുമില്ല. നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. മൈലേജ് ഉണ്ടാവുക ഒരു 13 മുതൽ ഒരു 16 റേഞ്ച് വരെ മാക്സിമം. അത്രയും കണ്ടാൽ മതി. ഓക്കെ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് നിസാൻ മൈക്ര KL29 രജിസ്ട്രേഷനുള്ള ഒരു മൈക്രയാണ്. പറഞ്ഞോളാം. ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണത്. ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണത്. XP പ്രീമിയം അല്ല? അതെ. അതായത് പുഷ്പട്ടെ 2 എയർ ബാഗ്, അതെ, എല്ലാം വരുന്നുണ്ട്. അതെ. സീറ്റിംഗ് അഡ്ജസ്റ്റബിൾ, സീറ്റിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഡിഫോഗർ, വൈപ്പർ എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്ന ഓപ്ഷനാണ്. പുഷ്പട്ടം വരും, എല്ലാം വരും. ഇത് 33,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ശരി. 17 33,000 ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർ വണ്ടി. ഓട്ടോമാറ്റിക് പറഞ്ഞ? ഓട്ടോമാറ്റിക് ആണ്. DCT എന്ന് പറഞ്ഞത്. CVT ആണ് ഗിയർ ബോക്സ് വരിക. ഓക്കെ. അത്യാവശ്യം സ്മൂത്ത് ഡ്രൈവ് ആയിരിക്കും. പവറും കിട്ടും വണ്ടിക്ക്. പറഞ്ഞോളൂ. ഇതിന്റെ പ്രൈസ് വരുന്നത് നമ്മൾ 5.30 നമ്മൾ ചോദിക്കുന്നത്. 5,30,000 രൂപ. 2017 33,000 കിലോമീറ്റർ ഓടിയ XP ഏറ്റവും ടോപ്പ് എൻഡ് മൈക്ര ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. CVT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. പ്രൈസ് നമ്മളിപ്പോൾ പറഞ്ഞ പ്രൈസ് ഒക്കെ ഏകദേശം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് അല്ലേ ടോട്ടല്? അധികം വണ്ടികളിലും ചെറിയ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ 2 ഇയർ വാറണ്ടി ആയി കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഫിക്സഡ് റേറ്റ് ആണ്. എന്നാലും കസ്റ്റമർ വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു ഏകദേശം നമ്മൾ ചെറിയൊരു എമൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യും. ഓക്കെ. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു, അത് കാണിച്ചു കഴിഞ്ഞു. ഇനി ലോണിനൊക്കെ എന്തൊക്കെ പേപ്പേഴ്സ് വേണമെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ലോണിന് സാറിന് നമ്മൾ പാൻ കാർഡ്, ആധാർ കാർഡ്, പിന്നെ 6 month സ്റ്റേറ്റ്മെന്റ്, ഇപ്പം സാലറിഡ് ആണ് സാലറി സ്ലിപ്പ്, പിന്നെ ലാൻഡ് ടാക്സ് ഉണ്ട്, ലാൻഡ് ടാക്സ്, ഇലക്ട്രിസിറ്റി ബില്ല്, ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ലോണിന് വേണ്ടത്. പലരും
ചോദിക്കാറുണ്ട് ഡൗട്ടായിട്ട്. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കുറെ കാലമായി പറഞ്ഞിട്ട്. അതെ, നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന 80 to 85% ആണ് നമ്മൾ ലോൺ ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ നമ്മുടെ ട്രാക്ക് കൂടെ നോക്കിയിരിക്കും. അതെ, വണ്ടി എടുക്കുന്ന ആളുടെ ട്രാക്ക് കൂടെ നോക്കിയിരിക്കും. സിബിലും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എത്രമാത്രം ഡൗൺ പേയ്മെന്റ് അടച്ച് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇന്നത്തേക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് ആലുവ ദേശമാണ്, എറണാകുളം ജില്ലയിൽ. കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. നമ്മുടെ വാട്സപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ. അതേപോലെ തന്നെ ചാനൽ ഇത്രയും നാൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാറുണ്ടെങ്കിലോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു.